സിനിമാ നടിയെ കടന്നുപിടിക്കാൻ ശ്രമിച്ച IT കമ്പനി മാനേജരെ പിടികൂടി പോലീസ്. കത്രക്കടവ് സ്വദേശി വിപിൻ റോയിയെയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച വൈകിട്ട് കല്ലൂർ സ്റ്റേഡിയത്തിന്റെ പരിസരത്തെ ഒരു സ്ഥാപനത്തിലേക്ക് എത്തിയപ്പോഴാണ് വിപിൻ നടിയെ കടന്നുപിടിച്ചത്. ഇയാൾ പിന്നാലെ നടന്ന് ശല്യം ചെയ്തതിനു ശേഷമായിരുന്നു അതിക്രമം നടത്തിയത്. ഉടൻ തന്നെ നടി പോലീസിൽ പരാതി നൽകി. ഇയാളെ പിടികൂടാനായി അപ്പോൾ തന്നെ പോലീസ് ശ്രമങ്ങൾ ആരംഭിച്ചു. വിപിൻ റോയി കത്രക്കടവിലെ വീട്ടിലെത്തിയെന്ന് വിവരം ലഭിച്ചതിന് പിന്നാലെ പോലീസ് അവിടെ എത്തിയാണ് അറസ്റ്റ് ചെയ്തത്. സ്ത്രീത്വത്തെ അപമാനിക്കുക, സ്ത്രീയോട് അതിക്രമം നടത്തുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ചാലക്കുടിയിൽ LDFന് പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണവുമായി മുൻ സ്ഥാനാർത്ഥിയും കേരള കോൺഗ്രസ് M നേതാവുമായ ഡെന്നീസ് കെ ആന്റണി. കേരള കോൺഗ്രസ് M സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമായ ഡെന്നീസ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുന്നിൽ നിന്നിട്ടും അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥിയായി ചാലക്കുടിയിൽ മത്സരിച്ച ആളാണ് ഡെന്നീസ് ആന്റണി. എന്നാൽ ഇത്തവണ ബിജു ചിറയത്തിനെയാണ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് കൗൺസിലർ സ്ഥാനം രാജിവെപ്പിച്ചാണ് ബിജു ചിറയത്തിനെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത്. ഇതിനെതിരെയാണ് ഡെന്നീസ് കെ ആന്റണി രംഗത്തെത്തിയത്. കണ്ണവം സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ UP അർജുന്റെ ചെറുവാഞ്ചേരി പൂവത്തൂരിലെ വീടിന് നേരെ നടന്ന ബോംബാക്രമണത്തിൽ അന്വേഷണം ശക്തമാക്കി. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. അർജുനും കുടുംബവും വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് അക്രമി സംഘം വീടിന്റെ വരാന്തയിലേക്ക് ബോംബെറിഞ്ഞത്. ബോംബ് പൊട്ടിയിരുന്നെങ്കിൽ വീട് തന്നെ തകർന്ന് വൻ ദുരന്തമായേനെ. അത്രയും വലിപ്പമുള്ള സ്റ്റീൽ ബോംബാണിതെന്ന് പോലീസ് പറഞ്ഞു. നിർവീര്യമാക്കുമ്പോൾ ഉഗ്രസ്ഫോടനം നടന്നത് പോലീസിനെ ഞെട്ടിച്ചു. മുഖംമൂടി ധരിച്ച നമ്പർ പ്ലേറ്റ് മറച്ച ബൈക്കിലെത്തിയ രണ്ടുപേരാണ് ബോംബെറിഞ്ഞതെന്ന് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. കൂത്തുപറമ്പ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സിബി ടോം, കണ്ണവം CI സുമിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ചെറുവാഞ്ചേരി മേഖലയിലെ CCTV കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. മാർച്ച് 17 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ അത്യാഹിത വിഭാഗത്തിൽ തീപിടുത്തമുണ്ടായതിന് പിന്നാലെ 2 രോഗികളുടെ മരണവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങളാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. സംഭവത്തെ തുടർന്ന് ICUവിലുണ്ടായിരുന്ന രോഗികളെയും സ്റ്റാഫിനെയും അടിയന്തരമായി മറ്റു വിഭാഗങ്ങളിലേക്ക് മാറ്റി പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ചികിത്സയിലുണ്ടായിരുന്ന നെയ്യാറ്റിൻകര സ്വദേശി സനീഷിന്റെ ബന്ധുക്കൾ പറയുന്നത് തീപിടുത്തത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായതെന്നാണ്. അതേസമയം ഓയൂർ സ്വദേശി കൃഷ്ണൻകുട്ടിയുടെ നിലയും ICUവിലേക്ക് മാറ്റിയതിനു ശേഷമാണ് മോശമായതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. എന്നാൽ എല്ലാ ആരോപണങ്ങളും മെഡിക്കൽ കോളേജ് അധികൃതർ തള്ളി. രോഗികളെ സുരക്ഷിതമായി മറ്റ് ICU വിഭാഗങ്ങളിലേക്ക് മാറ്റിയതായും ചികിത്സയിൽ യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി. മരിച്ചവർ ഗുരുതരാവസ്ഥയിലായിരുന്ന രോഗികളായിരുന്നുവെന്നും അവരുടെ മരണങ്ങൾക്ക് തീപിടുത്തവുമായി യാതൊരു ബന്ധവുമില്ലെന്നും അധികൃതർ വിശദീകരിച്ചു. തെരഞ്ഞെടുപ്പ് യോഗത്തിൽ G സുധാകരനെ രൂക്ഷമായി വിമർശിച്ചും K സുധാകരനെ പുകഴ്ത്തിയും മന്ത്രി സജി ചെറിയാൻ. K സുധാകരന്റെ രാഷ്ട്രീയ ധാർമ്മികത G സുധാകരനില്ലെന്നായിരുന്നു സജി ചെറിയാന്റെ പ്രതികരണം. G സുധാകരന്റെ പാർട്ടിയുടെ ചങ്കിൽ കുത്തി. K സുധാകരന്റെ സീറ്റ് കിട്ടിയില്ല. പക്ഷേ അദ്ദേഹം പാർട്ടിയെ ചതച്ചില്ല. G സുധാകരൻ കാണിച്ചത് രാഷ്ട്രീയ വഞ്ചനയാണ്. K സുധാകരൻ ആ വഞ്ചന കാണിച്ചിട്ടില്ല. അതാണ് രാഷ്ട്രീയ ധാർമ്മികത. ചങ്കിൽ കുത്തിയവരെ കൂട്ടുപിടിച്ച് ജയിക്കാമെന്ന് കോൺഗ്രസ് കരുതേണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചേർത്തലയിലെ LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.